കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയിർത്തെഴുന്നേൽക്കാൻ വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ഈ സംഘത്തോട് എല്ലാവരോടും തൻ്റെ ദൗത്യം, അതായത് മനുഷ്യപുത്രൻ്റെ ദൗത്യം എന്തെന്ന് പ്രസ്താവിച്ചു തുടങ്ങി. കർത്താവിൻ്റെ ജനനം, ജീവിതം, മരണം, ഇതിനെക്കുറിച്ച് പ്രത്യക്ഷമായും അല്ലാതെയും ശിഷ്യന്മാരോടും തന്നെ കേൾക്കാൻ വന്ന സമൂഹത്തോടും കർത്താവ് പ്രസ്താവിച്ചു. പത്രോസ് കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുകയും പെട്ടെന്ന് അതിനോട് പ്രതികരിക്കുകയും ചെയ്ത ഒരു ശിഷ്യനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് പറയുകയും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. അന്നു മുതൽ എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധേയമാണ്. തൻ്റെ സഭയെ പണിയുന്ന കാര്യവും സഭയുടെ അധികാരവും ഉണ്ടാകുന്നതിന് മുൻപ് അതിൻ്റെ അടിസ്ഥാനമായി യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ നടക്കണം എന്ന് തൻ്റെ അനുവാചകരോട്, പ്രത്യേകിച്ച് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു. നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറയുന്ന പത്രോസാണ് പിൽക്കാലത്ത് എനിക്ക് ഇവനെ അറിയില്ല എന്ന് പറയുന്നത്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തോട് കൂടെ നിൽക്കുന്നു എന്ന് പറയുകയും നമ്മുടെ ജീവിതത്തിനും ജീവനും ആപൽക്കരമായ എന്തെങ്കിലും വരുന്നു എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ദൈവത്തെ പോലും തള്ളിപ്പറയുന്ന ഒരു ആധ്യാത്മികതയുടെ ഉദാഹരണമായി പത്രോസ് നിലനിൽക്കുന്നു. അതുകൊണ്ട് കർത്താവ് പത്രോസിനെ വിശേഷിപ്പിക്കുന്നത് സാത്താനെ എന്നാണ്. ക്രൂശിനോട് ചേർന്ന് നടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രൂശിൽ നിന്ന് നമ്മളെ അകറ്റുന്നതെല്ലാം സാത്താന്യമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത വളരെയധികം നമ്മെ സംരക്ഷിച്ചു പോരുന്ന ഒരു സീൻ ആണ് എന്ന് ഒരിക്കലും കരുതാൻ സാധിക്കില്ല. അപകടങ്ങൾ നിറഞ്ഞ വഴിയിലേക്കാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. ഒരു സേഫ് സോൺ എന്ന തരത്തിലല്ല ക്രിസ്ത്യാനിറ്റിയെ കാണേണ്ടത്. അവിടെ കഷ്ടപ്പാടുകളും മരണവും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ക്രൂശീകരണവും എല്ലാം വ്യക്തമായി നിഴലിച്ച് നിൽക്കുന്നു. അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതെല്ലാം സാത്താന്യമാണെന്ന് ക്രിസ്തു വ്യക്തമായി പത്രോസിനെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സാത്താനെ എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത്.
ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ അതൊരു സേഫ് സോണാണ് എന്നൊരിക്കലും കരുതാൻ സാധിക്കില്ല. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതും എതിർപ്പുകളും പ്രശ്നങ്ങളും അവഗണനയും എല്ലാം നിറഞ്ഞതാണ്. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗ്യമായ അനുഭവമാണ്. അതിനുവേണ്ടി കർത്താവ് നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നു. രക്ഷാ ചരിത്ര ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലുള്ള ബന്ധത്തിലാണ് നമ്മുടെ അസ്തിത്വം. അങ്ങനെ നിലനിൽപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പുതിയ പ്രഭാതത്തിൻ്റെ സാധ്യതകളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ഒരു വലിയ വിചാരണയോടുകൂടി നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവെ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായും അതിൻ്റെ സാധ്യതകൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാണുവാനും അതിജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ ഞങ്ങളെ ആശ്രയിക്കുന്നു. സഹനത്തിൻ്റെ വഴിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കരുണയും കാവലും നമ്മോടുകൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.